ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികര്, ഡീക്കനച്ചന്മാര്, സ്നേഹമുള്ള സെമിനാരി വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്നവര്, നമ്മുടെ പൊടിക്കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ വലിയൊരു കൃപയും സമാധാനം ഉണ്ടാകട്ടെ കേട്ടോ. സുഖമാണല്ലോ അല്ലെ? പ്രാർത്ഥിക്കുന്നു. മഴയൊക്കെ ഒന്ന് തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്, കുഴപ്പമില്ല. പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ വൈദികരുടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജൂലൈ മാസത്തിലെ പരിചയമുള്ള അച്ഛന്മാര്. നിങ്ങൾ ഒരാളൊരച്ഛനെ പറഞ്ഞു വിട്ടാൽ തന്നെ എത്ര അച്ഛന്മാരായില്ലേ? ഒരു സുവിശേഷമൊക്കെ ചെയ്യാനേ. പ്രൈസല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മൊത്തം കുടുംബമില്ലേ, ആ കുടുംബങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കാണ് നമുക്ക് പ്രത്യേക പ്രാർത്ഥന, അത് വേറെ ദിവസങ്ങളിലുണ്ട്. എന്നാൽ ഇതിപ്പോ നമ്മുടെ ഈ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് തോക്ക് കേൾക്കുന്നവരിൽ പലരും ഈശ്വര അടുത്തേക്ക് പോയവരുണ്ട്. അവർ കൂടുതൽ പ്രകാശത്തിലായി തീരണം. ശുദ്ധിയാനുസാരത്തിൽ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. നമ്മൾ ഇത്രയും പേര് ലക്ഷങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയല്ല, ഈശ്വര പ്രാർത്ഥന കഴിക്കുള്ളൂ. അതൊക്കെ പിന്നെ ഒരുപാട് വിശുദ്ധാത്മാക്കൾ കർത്താവ് എടുത്ത ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ തോക്ക് കേട്ടുകൊണ്ടിരുന്നവരിൽ പിന്നെ മരണം വഴി സ്വർഗത്തിലേക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ജത്രോദിനൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കാര്യമുണ്ട്. ഈ കുടുംബത്തിൽ അംഗമായി കഴിഞ്ഞാൽ മരിച്ചാലും ഒരു പ്രാർത്ഥന കിട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്റെ കാര്യം നിങ്ങൾ പരിഗണിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് എസെക്കിയേൽ 11:2 തലക്കെട്ട്. അപ്പോ പിന്നെ നമ്മളെ വേറൊരു കാര്യം എന്തെങ്കിലും പറയാൻ വിചാരിച്ചത്, ലേശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങളല്ലേ, അതാണ് പറയാൻ വിട്ടുപോയി. ഞാൻ എന്തോ ഒരു സാധനം പറയാൻ വിട്ടുപോയി, അത് പറയാൻ വേണ്ട. അപ്പൊ തിരുഹൃദയത്തിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ദൈവം അത് ഓർപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ കരുണ. പിന്നെ നാളെ വിമലഹൃദയത്തിന് തിരുനാൾ ഓർത്താണ്, പത്രോസ് പൗലോസേവകന്മാരുടെ തിരുനാള് കേട്ടോ, ഫീസ്റ്റുകളിലെ കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് എസെക്കിയേൽ 11:2. അത് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്: നേതൃത്വത്തിന് വരാവുന്ന ഒരപകടം എന്നതാണ്. നേതൃത്വത്തിന് വരാവുന്ന ഒരു അപകടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, എസെക്കിയേൽ 11:2 ഇങ്ങനെയാണ്: അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. ആരോട്? ദൈവമായ കർത്താവ് എസെക്കിയേലിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര. എന്നിട്ട് കുറെ ആൾക്കാരെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഒരു 10-25 പേരുണ്ട്, പ്രമാണികളാണ്, ജനപ്രമാണികള്, നേതൃത്വത്തിലാണ്. അവരെ ചില പ്രത്യേക പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഇവരാണ് പട്ടണത്തിൽ ദുഷ്കൃത്യങ്ങൾക്ക് കളമൊരുക്കുകയും എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, പലപ്പോഴും നമുക്കറിയാം ഒരു നേതൃത്വമാണ് പല കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് അണികൾ എന്ന് പറയുന്നത് പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ വേറെ ഒരു നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കരുത്, അവനവനാകുന്ന നേതൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെയെങ്കിലുമൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ്. കുടുംബത്തിൽ നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, പള്ളിയിൽ നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. നിങ്ങൾ പലതരത്തില് ഏതെങ്കിലുമൊക്കെ നേതൃത്വം വഹിക്കുന്നവരാണ് നിങ്ങൾ പലരും. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ നേതൃത്വം ഉണ്ടാവും, അങ്ങനെയുണ്ട്. വേറെ ഒരു നേതൃത്വമാണ്, ഒരു കൂട്ടിന്റെ നേതൃത്വം ഉണ്ടാവും. അപ്പോഴൊക്കെ വരാവുന്ന ചില ദുഷ്കൃത്യങ്ങൾക്ക് കളമൊരുക്കുക, ദുരുപദേശങ്ങള് ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇതെല്ലാം ദൈവത്തിന്റെ കണ്ണിൽ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മളൊരു നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എന്താ? ദൈവജനത്തിന് അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ വിളിയാണ് നേതൃത്വം എന്ന് പറയുന്നത്. ബൈബിൾ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ്. പിന്നെ അവർക്ക് കടപ്പാടുണ്ട്. അതായത് അവരുടെ പരിപാലനയ്ക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നവരുടെ കണക്ക് കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു സെമിനാരി ഫോർമേറ്റർ ഉണ്ടാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം ആത്മാക്കളുടെ കണക്ക് ഞാൻ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഈ ദൈവം കൊണ്ടുവരുന്ന ആത്മാക്കളെ ദൈവം കൊണ്ടുവരാതെ ഒരാൾ വരികയല്ലെന്ന് ബൈബിൾ യോഹന്നാനിലുണ്ടല്ലോ. യോഹന്നാൻ 6 കിടക്കുന്നുണ്ട്, സങ്കീർത്തനം 69 കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇല്ലെന്ന് വി ആർ അക്കൗണ്ടബിൾ ബിഫോർ ദ ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കണക്കും കൂടെ കൊടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നേതൃത്വം വഹിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ വളരെ ജ്ഞാനത്തിന്റെ ദിവസം 6-ാമത്തെ അധ്യായം 1 മുതലൊക്കെ വായിക്കുന്നതല്ല. ദൈവഹിത പ്രകാരമല്ല നിങ്ങൾ വരെ തീരുമാനമെടുത്ത് എക്സിക്യൂട്ട് ചെയ്തത്. അതിന്റെയൊക്കെ പ്രത്യാഘാതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. വചനം പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, വചനം സത്യമാണത് പറയുകയാണ്. അപ്പൊ അത് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തണം. ക്രൈസ്തലോ ഇന്നലെ കഴിഞ്ഞ ദിവസം നോക്കി പറഞ്ഞാൽ അമ്മച്ചിയുടെ കുത്ത് അല്ലേ,
ഈശോയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. തിരുഹൃദയ പ്രതിഷ്ഠ ചെല്ലാൻ വിട്ടുപോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടോക്ക് ചെയ്യുന്ന സമയം പോയാലും കുഴപ്പമില്ല. എന്നിട്ട് എന്തായാലും ഒന്ന് ചെല്ലിയിട്ട് കിടക്കണം കേട്ടോ. പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ. നല്ല വിപുല ഹൃദയത്തിരുന്ന് പക്ഷെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു. ഉച്ചത്തെ സ്തുതിക്കാവോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ. അവിടുന്ന് അത്ഭുതകരമായി ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ കുടുംബങ്ങളെ വ്യക്തികളെ എല്ലാം ഇപ്പം ആശീർവദിക്കുക. പൈശാചികളെ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോട്ടെ കർത്താവെ. കർത്താവ് പരിശുദ്ധ കർത്താവ് ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രത്യേകം അവരെ പ്രതിഷ്ഠിക്കുന്ന വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങൾ ഈ ടോക്ക് കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ മരിച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന ഓരോ ആത്മാക്കളെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കൊണ്ടില്ല യാചനകളുടെ പ്രാർത്ഥന അവിടെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.